Hello friends, welcome to V4 Civil Classes. Pollution Control Board AE exam ന്റെ question paper discussion last video ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. കഴിഞ്ഞ 4 വീഡിയോസിലായിട്ട് 40 questions ഡിസ്കസ് ചെയ്തിരുന്നു. നെക്സ്റ്റ് 10 questions നമുക്ക് നോക്കാം. So ഇന്നത്തെ ആദ്യത്തെ question ഇതാണ്. The dash is the most suitable flow measuring device for the fluid flow measurement in a very large diameter pipeline. അതായത് large diameter pipelines-ലെ fluid flow measure ചെയ്യാനായിട്ടുള്ള ഏറ്റവും appropriate ആയിട്ടുള്ള flow measuring device ഏതാണ്? Option A venturimeter, option B pitot tube, option C V-notch and option D rotameter. So ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് pitot tube ആണ്. So എന്താണ് അതിന്റെ റീസൺ? pitot tube പ്രോപ്പർട്ടീസ് ഒക്കെ നമുക്കൊന്ന് നോക്കാം. So pitot tube ബേസിക്കലി ഒരു പൈപ്പ് ലൈനിൽ നമ്മൾ അറ്റാച്ച് ചെയ്യുന്നത് സ്റ്റാഗ്നേഷൻ പ്രഷർ കിട്ടാനാണ്. ഒരു പോയിന്റിലുള്ള സ്റ്റാഗ്നേഷൻ പ്രഷർ കണ്ടുപിടിക്കാനാണ് നമ്മൾ pitot tube യൂസ് ചെയ്യുന്നത്. സ്റ്റാഗ്നേഷൻ പ്രഷർ എന്ന് പറയുന്നതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, which is the sum of static pressure and dynamic pressure. So static pressure and dynamic pressure സമ്മാണ് stagnation pressure. നമുക്ക് മനസ്സിലായില്ലെങ്കിൽ നമ്മൾ ഈ ഒരു ഫിഗറിലോട്ട് നോക്കാം. ഈ ഒരു ഫിഗറിൽ ഒരു പൈപ്പ് ലൈൻ കാണിച്ചിട്ടുണ്ട്, അതിൽ pitot tube ആണ് ഈ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. സോ pitot ട്യൂബിലുള്ള ഹെഡ്സ് ആണ്, രണ്ട് ഹെഡ്സ് ആണ്. ഒന്ന് നമ്മൾ പറഞ്ഞ പോലെ തന്നെ സ്റ്റാറ്റിക് ഹെഡ്, ഇതാണ് സ്റ്റാറ്റിക് ഹെഡ്. രണ്ടാമത്തേത് റിമൈനിങ് ഈസ് ഡൈനാമിക് ഹെഡ്. ആൻഡ് സ്റ്റാറ്റിക് ഹെഡിന്റെയും ഡൈനാമിക് ഹെഡിന്റെയും സമ്മാണ്, അതായത് ടോട്ടൽ ഹെഡ് ആണ് എന്ത് സ്റ്റാഗ്നേഷൻ ഹെഡ് എന്ന് പറയുന്നത്. So static pressure at the point can be measured by using piezometer. So by deducing the static pressure from stagnation pressure, dynamic pressure is obtained. അതായത് വേറെ ഒന്നുമില്ല, നമ്മൾ പറഞ്ഞു സ്റ്റാഗ്നേഷൻ പ്രഷർ നമുക്ക് pitot tube വെച്ച് കിട്ടും. സോ അത് ഓക്കെ. ദെൻ സ്റ്റാറ്റിക് പ്രഷറും സ്റ്റാഗ്നേഷൻ പ്രഷറും കിട്ടിയിട്ടുണ്ടെങ്കിൽ ദെൻ ഡൈനാമിക് പ്രഷർ നമുക്ക് അങ്ങനെ കണ്ടുപിടിക്കാൻ സാധിക്കും. ഈ ഒരു സ്റ്റാഗ്നേഷൻ പ്രഷറിൽ നിന്ന് സ്റ്റാറ്റിക് പ്രഷർ നമുക്ക് മൈനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് കിട്ടും? ഡൈനാമിക് പ്രഷർ കിട്ടും. അപ്പോൾ നമുക്ക് യൂഷ്വലി സ്റ്റാഗ്നേഷൻ ഹെഡ് എന്ന് പറയുന്നത്, സ്റ്റാറ്റിക് ഹെഡിനെ നമ്മൾ P by rho g എന്നാണ് റെപ്രസെന്റ് ചെയ്യാറ്. ദെൻ ഡൈനാമിക് ഹെഡ് ആണ് V²/ 2g. അപ്പൊ ഇതിൽ നമുക്ക് ഇതിന്റെ രണ്ടിന്റെ വാല്യൂ കിട്ടി. അപ്പൊ നമുക്ക് V²/ 2g ആണ് എന്ത് ഡൈനാമിക് ഹെഡ്. അപ്പൊ ഇതിൽ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡൈനാമിക് ഹെഡ് h കിട്ടും. സോ ഈ ഹെഡ് കിട്ടും. ദെൻ നമുക്ക് വെലോസിറ്റി V എന്ന് പറയുന്ന ടേമാണ് ഞാൻ അൺനോൺ ആയിട്ടുള്ളൂ. അപ്പൊ വെലോസിറ്റി കിട്ടാനാണ് നമ്മൾ ഈ ഒരു ടേമിനെ റീഅറേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ V = √2gh എന്ന് കിട്ടും. സോ അങ്ങനെ നമുക്ക് വെലോസിറ്റിയും ഒരു പൈപ്പ് ലൈനിലെ വെലോസിറ്റിയും നമുക്ക് ഈ ഒരു pitot ട്യൂബിന്റെ സഹായത്തോടെ കണ്ടുപിടിക്കാം. സോ അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന ഇക്വേഷൻ. ഫ്രം ദ ഡൈനാമിക് പ്രഷർ ഹെഡ് വെലോസിറ്റി ഓഫ് ദി ഫ്ലോ ഈസ് കാൽക്കുലേറ്റഡ്, വിച്ച് ഈസ് ഈക്വൽ ടു V = √2gh. H എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കണം, സ്റ്റാഗ്നേഷൻ ഹെഡ് അല്ല, സ്റ്റാറ്റിക് ഹെഡ് അല്ല, ഇറ്റ് ഈസ് ഡൈനാമിക് പ്രഷർ ഹെഡ്. ഓക്കെ, ഡൈനാമിക് പ്രഷർ ഹെഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലാണ് കൃത്യമായിട്ടുള്ള വെലോസിറ്റി നമുക്ക് pitot ട്യൂബിൽ നിന്ന് മെഷർ ചെയ്യാനായിട്ട് പറ്റും. സോ ഇനി അതർ ഇൻസ്ട്രുമെന്റ് യൂസ്ഡ് ഫോർ മെഷർമെന്റ്സ് ഓഫ് പ്രഷർ, ഡിസ്ചാർജ്, അതുപോലെ വെലോസിറ്റി ഒക്കെ മെഷർ ചെയ്യാനുള്ള ഇൻസ്ട്രുമെന്റ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പ്രഷർ നമ്മൾ പീസോമീറ്റർ, മാനോമീറ്റർ ഒക്കെ വെച്ചിട്ടാണ് യൂഷ്വലി മെഷർ ചെയ്യുന്നത്. ദെൻ ഫ്ലോ അല്ലെങ്കിൽ ഡിസ്ചാർജ് മെഷർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ്സ് ആണ് വെഞ്ചുറിമീറ്റർ, എൽബോമീറ്റർ, റൊട്ടമീറ്റർ, നോസിൽ മീറ്റർ, കറന്റ് മീറ്റർ, നോച്ച്, വെയർ, ഓറിഫൈസ്, മൗത്ത് പീസ്. ദെൻ വെലോസിറ്റി മെഷർ ചെയ്യുന്ന നമ്മൾ പറഞ്ഞു, pitot ട്യൂബ് വെച്ചിട്ടാണ് വെലോസിറ്റി മെഷർ ചെയ്യുന്നത്. സോ അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ SI യൂണിറ്റ് ഓഫ് സ്പെസിഫിക് വെയിറ്റ് ഈസ്. സ്പെസിഫിക് വെയിറ്റിന്റെ SI യൂണിറ്റ് ആണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്, ഓപ്ഷൻ ബി ന്യൂട്ടൺ പെർ കിലോഗ്രാം, ഓപ്ഷൻ സി ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ് ആൻഡ് ഓപ്ഷൻ ഡി മീറ്റർ ക്യൂബ് പെർ കിലോഗ്രാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, പലർക്കും അറിയാവുന്നതായിരിക്കും, എന്നാലും നമുക്കൊന്നും കൂടി നോക്കാം. സ്പെസിഫിക് വെയിറ്റ് അഥവാ യൂണിറ്റ് വെയിറ്റ് രണ്ടും സെയിം തന്നെയാണ്. ഗാമ വെച്ചിട്ടാണ് നമ്മൾ സ്പെസിഫിക് വെയിറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഗാമ is the weight per unit volume of a substance എന്നാണ് ഡെഫിനിഷൻ. അതായത് വെയിറ്റ് ബൈ വോളിയം എന്നുള്ളതാണ് യൂണിറ്റ് വെയിറ്റിന്റെ ഇക്വേഷൻ, വെയിറ്റ് ബൈ വോളിയം. സോ നമ്മൾ വെയിറ്റ് ബൈ വോളിയം ആയതുകൊണ്ട് തന്നെ അതിന്റെ യൂണിറ്റ് എങ്ങനെ വരും? വെയിറ്റിന്റെ നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്ന SI യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ ആണ്, വോളിയത്തിന്റെ ആണെങ്കിൽ മീറ്റർ ക്യൂബിലും. സോ ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ് ആണ് SI യൂണിറ്റ് ഓഫ് സ്പെസിഫിക് വെയിറ്റ് അഥവാ യൂണിറ്റ് വെയിറ്റ് എന്ന് പറയുന്നത്. സോ ഇനി CGS-ലാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നതെങ്കിൽ ഡൈൻസ് പെർ സെന്റിമീറ്റർ ക്യൂബിലാണ് റെപ്രസെന്റ് ചെയ്യുക. നമുക്കറിയാം ന്യൂട്ടൺ ഫോഴ്സിന്റെ യൂണിറ്റ് ആണ്, ഫോഴ്സ് CGS-ൽ ഡൈൻ വെച്ചിട്ടാണ് യൂസ് ചെയ്യുന്നത്. സോ ഡൈൻ പെർ സെന്റിമീറ്റർ ക്യൂബ്. ദെൻ കമ്മിങ് ടു MKS സിസ്റ്റം, ഇറ്റ് ഈസ് കിലോഗ്രാം ഫോഴ്സ് പെർ മീറ്റർ ക്യൂബ് ആണ് യൂണിറ്റ് വരുന്നത്. ദെൻ യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടർ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, 9.81 kN per meter cube അഥവാ 9810 Newton per meter cube.
Then coming to mass density. അതായത് നമ്മൾ weight density, അതായത് specific weight പറഞ്ഞു, that is weight by volume. So mass density അഥവാ density എന്നും പറയും. Density എന്ന് പറയുന്നത് is mass per unit volume of a substance. So it is equal to mass by volume. So ഇവിടെ മാസ് ബൈ വോളിയം ആയതുകൊണ്ട് തന്നെ മാസ് നമ്മൾ യൂഷ്വലി റെപ്രസെന്റ് ചെയ്യുക കിലോഗ്രാമിലാണ്, വോളിയം എന്ന് പറയുന്നത് മീറ്റർ ക്യൂബിൽ. അപ്പോൾ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ് അതിന്റെ യൂണിറ്റ് ആയിട്ട് SI യൂണിറ്റ് വരുന്നത്. ദെൻ നമുക്ക് അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് ഡെൻസിറ്റി ഓഫ് വാട്ടർ. ഇത് പലയിടത്തും നമ്മൾ പ്രോബ്ലംസിലായാലും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഡെൻസിറ്റി ഓഫ് വാട്ടർ ഈസ് ഈക്വൽ ടു 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ്. സോ ഇനി ഡെൻസിറ്റിയും യൂണിറ്റ് വെയിറ്റും തമ്മിലുള്ള ഇക്വേഷൻ അറിയാമോ? ഡെൻസിറ്റി ഗാമ ഈസ് ഈക്വൽ ടു എന്താണ്? റോ ജി. എല്ലാവർക്കും അറിയാവുന്ന ഇക്വേഷൻ തന്നെയായിരിക്കും. സോ ഇവിടെ നമുക്ക് ഗാമ നമ്മൾ ഈ ഒരു വാല്യൂ പഠിച്ചു വെക്കണമെന്ന് നിർബന്ധമില്ല. കാരണം നമുക്ക് എന്താണ് ഡെൻസിറ്റി ഓഫ് വാട്ടർ നമുക്ക് നന്നായിട്ട് അറിയുന്ന ഒരു ഇതായിരിക്കും, വാല്യൂ ആയിരിക്കും. സോ നമ്മൾ 1000 കൊടുക്കുക. ഓക്കെ, 1000 ഇൻറ്റു ഇവിടെ ജി എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. അപ്പോൾ 9.81 ഇട്ട് കൊടുത്താൽ നമുക്ക് 9810 ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ് എന്ന് കിട്ടും. സോ ഗാമ യൂണിറ്റ് വെയിറ്റ് എന്ന് പറയുന്നത് 9810 ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ്, അങ്ങനെയാണ് ആ വാല്യൂ വരുന്നത്. സോ ഡെൻസിറ്റി ഓഫ് വാട്ടർ 1000 കിലോഗ്രാം പെർ ഈ ഒരു യൂണിറ്റ് കൂടി എപ്പോഴും നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. കിട്ടുന്നത് 9810 എന്ന് പറഞ്ഞാൽ ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബിലാണ്. ദെൻ ഡിവൈഡഡ് ബൈ 1000 ചെയ്യുമ്പോഴാണ് ഈ ഒരു 9.81 എന്നുള്ള ഒരു വാല്യൂ വരുന്നത്. കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബിൽ എഴുതാം. സോ കമ്മിങ് ടു ആൻസർ, SI യൂണിറ്റ് ഓഫ് സ്പെസിഫിക് എന്ന് പറയുന്നത് നോ ഡൗട്ട് ഇറ്റ് ഈസ് ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ്. Then in your problematic question order, a 3 centimeter water jet produces a force of 23 Newton on a plate when it strikes the plate. What is the average velocity of water in jet in meter per second? So ഇത് ഇമ്പാക്ട് ഓഫ് ജെറ്റ് എന്നുള്ള ഭാഗത്തുനിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അത് ക്വസ്റ്റ്യൻ പോണേക്ക് മുന്നേ ജസ്റ്റ് അതിൻ്റെ തിയറി ഒന്ന് ഞാൻ പറയാം. അതായത് ഇവിടെ ഈ ഒരു ഫിഗറിൽ കാണുന്നത് പോലെ ഈ ഒരു അറേഞ്ച്മെന്റ് ആണ് ഇവിടെ ക്വസ്റ്റ്യനിലെ പ്രോബ്ലത്തിലായാലും ചോദിച്ചിരിക്കുന്നത്. അതായത് ഇവിടെ ഒരു പൈപ്പ് ഉണ്ട്, പൈപ്പിന്റെ അറ്റത്ത് ഒരു നോസിലുണ്ട്. അപ്പൊ ഈ നോസിൽ കൂടെ നമുക്കറിയാം നോസിലിന്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് അത് നല്ല ഹൈ സ്പീഡ് വെലോസിറ്റി ഉള്ള ജെറ്റ് ആയിട്ട് പുറത്തേക്ക് വരും. അപ്പൊ ഇതിൽ നിന്ന് വരുന്ന വാട്ടർ ഈ ഒരു ജെറ്റ് ഓഫ് വാട്ടർ ആയിട്ട് ഇവിടെ ഒരു പ്ലേറ്റ് വെച്ചിട്ടുണ്ട്. ആ പ്ലേറ്റും വന്ന് ഹിറ്റ് ചെയ്യാണ്. അപ്പൊ ആ ഹിറ്റ് ചെയ്യുന്ന ഇവിടെ ഈ ഒരു വെലോസിറ്റിയിൽ ഒരു സർട്ടൻ വെലോസിറ്റിയിൽ വന്ന് പ്ലേറ്റിൽ ഹിറ്റ് ചെയ്യുമ്പോൾ അവിടെ ഒരു ഫോഴ്സ് എക്സേർട്ട് ആവുന്നുണ്ട്. അപ്പൊ ആ ഒരു ഫോഴ്സ് കണ്ടുപിടിക്കുന്ന ഫോഴ്സ് നമുക്ക് ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ അഥവാ ഇമ്പൾസ് മൊമെന്റം ഇക്വേഷൻ വഴി നമുക്ക് ആ ഒരു ഫോഴ്സ് കണ്ടുപിടിക്കാം. ആ ഒരു ഇടിക്കുന്ന ആ ഒരു ഫോഴ്സിനെയാണ് നമ്മൾ ഇമ്പാക്ട് ഓഫ് ജെറ്റ് എന്ന് വിളിക്കുന്നത്. സോ ഈ ഒരു ഫോഴ്സ് കിട്ടാനായിട്ട്, ഫോഴ്സ് എന്ന് പറയുന്നത് നമുക്ക് എന്തായിരിക്കും, ഫോഴ്സിനെ നമുക്ക് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ആയിട്ട് ഇക്വേറ്റ് ചെയ്യാം. അപ്പൊ F is equal to rate of change of momentum in the direction of force. ഫോഴ്സിന്റെ ഡയറക്ഷനുള്ള റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം. അപ്പൊ നമുക്ക് F എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് മൊമെന്റത്തിന്റെ ഇക്വേഷൻ എന്താണ്? മൊമെന്റത്തിന്റെ ഇക്വേഷൻ പറയുന്നത് mv എന്നാണ് അല്ലെ. mv ആണ് മൊമെന്റം. P is equal to mv എന്നാണ് നമുക്കറിയാം. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം എന്ന് പറയുമ്പോൾ എങ്ങനെ എഴുതാം? ഇനീഷ്യൽ മൊമെന്റം മൈനസ് P ആയിട്ടാണ് ഞാൻ മൊമെന്റം റെപ്രസെന്റ് ചെയ്യുന്നത്, ഫൈനൽ മൊമെന്റം ഡിവൈഡഡ് ബൈ ടൈം. ഇതാണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം. അപ്പോൾ ഇതിലെ ഇനീഷ്യൽ മൊമെന്റം എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ എഴുതാം. അതായത് m ഇൻറ്റു മാസ് ഇൻറ്റു ഇനീഷ്യൽ വെലോസിറ്റി, ഞാൻ 1 ഇടാണ്, മൈനസ് മാസ് ഇൻറ്റു ഫൈനൽ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം. സോ മാസ് നമുക്കൊന്ന് പുറത്തെടുക്കാം. അപ്പോൾ m/t v1 മൈനസ് v2. സോ ഇവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു ഈ ഒരു സർട്ടൻ വെലോസിറ്റിയിൽ വന്ന് ഈ ഒരു സ്റ്റേഷനറി പ്ലേറ്റിൽ ഇടിക്കുകയാണ്, തിരിച്ച് അത് 90 ഡിഗ്രിയിൽ തന്നെ റിട്ടേൺ വരാണ്. ഓക്കെ, സോ ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് v1 ആണെങ്കിൽ v2 എന്ന് പറയുന്നത് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദി ഫോഴ്സ്, the component of velocity will be 0, then v2 will become 0. So ഇത് m/t നെ നമുക്ക് എങ്ങനെ എഴുതാം? റോ എ വി എന്ന് എഴുതാം. അതായത് ഡെൻസിറ്റി ഇൻറ്റു ഏരിയ ഓഫ് ദി ജെറ്റ് ഇൻറ്റു വെലോസിറ്റി v1 then ഇൻറ്റു നമുക്ക് v മൈനസ് 0. So the equation for the force will be is equal to rho a v square. F is equal to rho a v square. ഈ a എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞു? ഏരിയ ഓഫ് ദി ജെറ്റ് ആണ്. അതായത് എ ഇസ് ഈക്വൽ ടു π/4 d സ്ക്വയർ ചെയ്താൽ നമുക്ക് ആ ഒരു ഏരിയ കണ്ടുപിടിക്കാം. ഡി എന്ന് പറയുന്നത് ഡയമീറ്റർ ഓഫ് ദി ജെറ്റ്, ദാറ്റ് ഈസ് കമ്മിങ് ഫ്രം നോസിൽ. ഇതാണ് ഡി ആയിട്ട് വരാം. സോ ഇത് വെച്ചിട്ടാണ് നമ്മൾ പ്രോബ്ലം ചെയ്യേണ്ടത്. ഇതൊരു സ്റ്റേഷനറി പ്ലേറ്റിന്റെ കാര്യമാണ്. ഇതുപോലെ മൂവിങ് പ്ലേറ്റിന്റെ ഇക്വേഷൻസും ഉണ്ട്, ഞാൻ അതിലോട്ട് പോകുന്നില്ല. അപ്പോൾ ഇതാണ് സിമ്പിൾ ആയിട്ടുള്ള ഒരു കേസ് എന്ന് പറയുന്നത്.
സോ ഇതിലെ ഡെൻസിറ്റി നമ്മൾ SI യൂണിറ്റിൽ എടുക്കുകയാണെങ്കിൽ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബിൽ യൂസ് ചെയ്യുന്നു. അതായത് വാട്ടറിനാണെങ്കിൽ 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് നമ്മൾ പറഞ്ഞു. അപ്പോൾ നമ്മൾ ന്യൂട്ടണിലായിരിക്കും ഫോഴ്സിന്റെ വാല്യൂ കിട്ടുക. സോ നമുക്കപ്പോൾ ഈ ഒരു ന്യൂമറിക്കൽ സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സോ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു 3 സെന്റിമീറ്റർ ഉള്ള വാട്ടർ ജെറ്റ് ആണ്. അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് 23 ന്യൂട്ടൺ ആണ് പ്ലേറ്റിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫോഴ്സ്. നമുക്ക് മീറ്റർ പെർ സെക്കൻഡിലാണ് വെലോസിറ്റി കണ്ടുപിടിക്കേണ്ടത്. അത് നമുക്ക് യൂഷ്വലി ചെയ്യുന്ന പോലെ തന്നെ ഇക്വേഷൻ എഴുതാം. F = ρ(a)v². അതിൽ നമുക്ക് ഡെൻസിറ്റി എന്ന് പറയുന്നത് ഇവിടെ ഹിറ്റ് ചെയ്യുന്നത് എന്താണ്? വാട്ടർ ആണ്. അപ്പൊ നമുക്ക് ഡൗട്ട് ഇല്ല, 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഇനി ഏരിയ എങ്ങനെ കണ്ടുപിടിക്കാന്ന് പറഞ്ഞു? π/4 d² ചെയ്താൽ മതി. ഡയമീറ്റർ നമുക്ക് തന്നിട്ടുണ്ടോ? ഉണ്ട്, 3 സെന്റിമീറ്റർ ആണ്. ശ്രദ്ധിക്കുക, നമുക്ക് വേണ്ടത് മീറ്റർ പെർ സെക്കൻഡിലാണല്ലോ വെലോസിറ്റി വേണ്ടത്. അപ്പൊ നമ്മൾ ഈ സെന്റിമീറ്റർ എന്നുള്ളത് മീറ്ററിലേക്ക് ആക്കണം. സോ ഡയമീറ്റർ നമ്മൾ മീറ്ററിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. π/4 × 0.03 ഹോൾ സ്ക്വയർ. സോ ഇത് ചെയ്യുമ്പോൾ ആൻസർ കിട്ടുക 0.0007 എന്നായിരിക്കും ആൻസർ കിട്ടുക ഇൻ മീറ്റർ സ്ക്വയർ. ദെൻ ഇത് നമുക്ക് ഇനി ഫോഴ്സിന്റെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. F എന്ന് പറയുന്നത് 23 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 1000 ഇൻറ്റു 0.0007 ഇൻറ്റു v². സോ ഇവിടെ നമുക്ക് ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0.7 കിട്ടും. v², which is equal to 23. So v is equal to 23/0.7. റൂട്ട് കണ്ടുപിടിച്ചാൽ നമുക്ക് വെലോസിറ്റി എന്ന് പറയുന്നത് 5.7 മീറ്റർ പെർ സെക്കൻഡിൽ കിട്ടും. സോ ആൻസർ വിൽ ബി 5.7 മീറ്റർ പെർ സെക്കൻഡ്. സോ ഇതിന്റെ കാൽക്കുലേഷൻ ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും, പക്ഷേ സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് അല്ലേ? ഇതിൽ വേറെ ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. സോ ഈ ഒരു ഒറ്റ ഇക്വേഷൻ നമുക്ക് അറിഞ്ഞിരുന്നാൽ ഈ ഒരു ആൻസറിലേക്ക് എത്താം. F = ρ(a)v² ആണ് ഇക്വേഷൻ ആയിട്ട് വരുന്നത്. സോ ഇനി നമുക്ക് ഇതാണ് ആൻസർ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫോർ ദി ഫ്ലോ ഓഫ് ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ് ത്രൂ എ സർക്കുലർ പൈപ്പ് ദ ഷിയർ സ്ട്രെസ് അറ്റ് ദി സെന്റർ exhibit a parabolic variation. Option B will be equal to that at the wall. Option C is 0 at the wall and increases linearly towards the center. And option D is 0 at the center and varies linearly along the radius. അപ്പോൾ ഇത് നമ്മൾ ചോദിച്ചിരിക്കുന്നത് ഷിയർ സ്ട്രെസ്സിന്റെ കാര്യമാണ്. അതായത് ഒരു പൈപ്പ് ഫ്ലോയിൽ ഒരു ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യാണ്. അപ്പോൾ ഉണ്ടാവുന്ന ഷിയർ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയായിരിക്കും? ഇതിന്റെ ഡയഗ്രാം നമ്മൾ പലപ്പോഴും പഠിച്ചിരിക്കുന്നതാണ്. അതായത് ഈ ഒരു ഡയഗ്രാം മനസ്സിലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ ആൻസർ സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാം. ഈ ഡയഗ്രാം ഇതുപോലെ തന്നെ ഓർത്തു വയ്ക്കുക. അതായത് ഷിയർ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ, അതായത് ഇതാണ് ഒരു പൈപ്പ് ലൈൻ, അതിന്റെ സെൻട്രൽ ലൈൻ ആണ് ഈ വരച്ചിരിക്കുന്നത്. സെന്ററിൽ 0യും ടുവാർഡ്സ് ദി സർഫസ് ആ ഒരു ലീനിയർലി ഇൻക്രീസ് ചെയ്യുകയാണ്. ഏറ്റവും സർഫസിലായിരിക്കും ഏറ്റവും ഹയസ്റ്റ് വാല്യൂ ഓഫ് ഷിയർ. അത് രണ്ട് സർഫസിലോട്ട് അത് സെയിം രീതിയിൽ തന്നെ സിമെട്രിക്കൽ ആയിട്ട് തന്നെയാണ് പോകുന്നത്. സോ ഇവിടെ നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഷിയർ സ്ട്രെസ് സെന്ററിൽ 0യും അറ്റ് ദി ബൗണ്ടറീസ് ഓർ അറ്റ് ദി സർഫസ് ഇറ്റ് വിൽ ബി മാക്സിമം ആൻഡ് അതിന്റെ ഒരു വേരിയേഷൻ എന്ന് പറയുന്നത് ലീനിയർ വേരിയേഷനും ആണ്. ഇനി കമ്മിങ് ടു വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ, ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷന്റെ കാര്യം നമ്മൾ ഓർത്ത് വയ്ക്കണം. വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ ഒരു പാരാബോളിക് വേരിയേഷൻ ആണ് കാണിക്കുന്നത്. ജസ്റ്റ് ഒരു പാരാബോളിക് വേരിയേഷൻ ആണ്. നേരെ ഇവിടെ സർഫസിലായിരുന്നു പീക്ക് വാല്യൂ എങ്കിൽ ഇവിടെ പീക്ക് വരുന്നത് അറ്റ് ദി സെൻട്രലാണ് മാക്സിമം വാല്യൂ കിട്ടുന്നത്. ആൻഡ് അറ്റ് ദി സർഫസ് പോയിന്റ്സ് ഇറ്റ് വിൽ ബി ഈക്വൽ ടു 0. വെലോസിറ്റി വിൽ ബി ഈക്വൽ ടു 0. നമ്മളൊരു ഫ്ലൂയിഡ് ഒരു പൈപ്പിൽ കൂടെ ഒഴുകുന്ന തന്നെ ആലോചിച്ചാൽ മതി. വെലോസിറ്റി സെൻട്രലായിരിക്കും ഏറ്റവും കൂടുതൽ വെലോസിറ്റി ഉണ്ടാവുക. ഓക്കെ, സോ ഇവിടെ പാരാബോളിക് വേരിയേഷൻ ആണ് കൂടി ആലോചിക്കാം. അപ്പൊ ഈ രണ്ട് കേസും പലപ്പോഴും ചോദിക്കാറുള്ളതാണ്. ഈ ഒരു ജസ്റ്റ് ഫിഗർ നമ്മുടെ മനസ്സിൽ വന്നിട്ടുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് ആൻസർ കിട്ടും. ഷിയർ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ ഒരു കെ ഷേപ്പിലാണ് അല്ലെ, മറ്റേത് ഒരു വെലോസിറ്റി ആകുമ്പോൾ ഒരു പാരാബോളിക് ഷേപ്പ് വരും. സോ ഇവിടെ നമുക്ക് ഇനി ജസ്റ്റ് ആൻസർ വായിച്ചു വെക്കുക തന്നെ കിട്ടും. ഏതാണ് ശരി ഉത്തരം? ഡി അല്ലേ, ഈ 0 അറ്റ് ദി സെന്ററിലാകുമ്പോൾ 0 ആണ് കാണിക്കുന്നത്. ആൻഡ് വേരിയസ് ലീനിയർലി അലോങ് ദി റേഡിയസ് വേരി ചെയ്യുന്നത് ലീനിയറിലായിട്ടാണ്. ഇവിടെ ബാക്കിയുള്ള ഓപ്ഷൻസ് ഒന്നും മാച്ച് ആവുന്നില്ല. എക്സിബിറ്റ് എ പാരാബോളിക് വേരിയേഷൻ എന്നൊക്കെ പറയുന്നത് എന്തിന്റെയാണ്? വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷന്റെ ആണ്. സോ നമ്മളത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാതെയും കൂടി ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ആൻസർ പറഞ്ഞ പോലെ തന്നെ ഓപ്ഷൻ ഡി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് യൂസ് ടു മെഷർ സർഫസ് ടെൻഷൻ.
സർഫസ് ടെൻഷൻ ഏതൊരു തന്നിരിക്കുന്നതിൽ ഏത് ഇൻസ്ട്രുമെന്റ് വെച്ചിട്ടാണ് നമുക്ക് മെഷർ ചെയ്യാൻ സാധിക്കും? ഓപ്ഷൻ എ ഡോസിമീറ്റർ, ഓപ്ഷൻ ബി സൈമോമീറ്റർ, ഓപ്ഷൻ സി പ്രൊഫൈലോമീറ്റർ. ആൻഡ് next question, dash is used to measure surface tension. Option A dosimeter, option B zymometer, option C profilometer, and option D stalagmometer. So നമുക്ക് ഇതിന്റെ ആൻസർ വരുന്നത് സ്റ്റാലാഗ്മോമീറ്റർ ആണ്. ഒരു സ്റ്റാലാഗ്മോമീറ്റർ എന്ന് പറയുന്നത് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. ഇറ്റ് ഈസ് നോർമലി യൂസ്ഡ് ഫോർ മെഷറിംഗ് ദി സർഫസ് ടെൻഷൻ ഓഫ് ലിക്വിഡ്സ് മെഷർ ചെയ്യാനായിട്ടാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ മോർ റെയർ ആയിട്ട് ഇന്റർഫേഷ്യൽ ടെൻഷനും ബിറ്റ്വീൻ രണ്ട് ലിക്വിഡ് തമ്മിലുള്ള ഇന്റർഫേഷ്യൽ ടെൻഷൻ മെഷർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ വേറെ സർഫസ് ടെൻഷൻ മെഷർ ചെയ്യുന്ന കോമൺ മെഷറിംഗ് മെത്തേഡ്സ് എന്നൊക്കെ പറയുന്നത് ഒന്ന് കാപ്പിലറി റൈസ് മെത്തേഡാണ്, പിന്നെ സ്റ്റാലാഗ്മോമീറ്റർ മെത്തേഡ് ഇപ്പോൾ പറഞ്ഞത്, പിന്നെ വിൽമി പ്ലേറ്റ് ഓർ റിംഗ് മെത്തേഡ് യൂസ് ചെയ്യുന്നുണ്ട്, മാക്സിമം ബൾക്ക് പ്രഷർ മെത്തേഡും ഉണ്ട്. ഓക്കെ, ഇതൊക്കെയാണ് ഒരു സർഫസ് ടെൻഷൻ മെഷർ ചെയ്യാനുള്ള മെത്തേഡ്സും അതിൻ്റെ ഡീറ്റെയിൽസും. സോ ഇനി നമുക്ക് ആൻസർ ഞാൻ പറഞ്ഞ പോലെ തന്നെ സർഫസ് ടെൻഷൻ മെഷർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന എക്യുപ്മെന്റ് എന്ന് പറയുന്നത് സ്റ്റാലാഗ്മോമീറ്റർ ആണ്. പിന്നെ ഓപ്ഷനുള്ള അതർ ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഓപ്ഷൻ എ ഡോസിമീറ്റർ ആയിരുന്നു. ഡോസിമീറ്റർ എന്ന് പറയുന്നത് ഒരു മോണിറ്റർ ചെയ്യാനാണ് റേഡിയേഷൻ ഡോസസ് ഫ്രം എക്സ്റ്റേണൽ സോഴ്സസ്. പുറത്തുനിന്നുള്ള റേഡിയേഷൻ എത്രത്തോളം ഉണ്ടെന്നുള്ള ഒരു മെഷർമെന്റ് തരുന്ന ഒരു ഡിവൈസ് ആണ് ഡോസിമീറ്റർ എന്ന് പറയുന്നത്. കമ്മിങ് ടു സൈമോമീറ്റർ എന്ന് പറയുന്നത് ഒരു ഡിഗ്രി ഓഫ് ഫെർമെന്റേഷൻ, എത്രത്തോളം ഫെർമെന്റേഷന്റെ ഒരു ഡിഗ്രി മെഷർമെന്റിന് യൂസ് ചെയ്യുന്നതാണ് സൈമോമീറ്റർ എന്ന് പറയുന്നത്. പിന്നെ പ്രൊഫൈലോമീറ്റർ എന്ന് പറയുന്ന പേര് പോലെ തന്നെ ഒരു ഇതിന്റെ ടു മെഷർ ദി സർഫസ് പ്രൊഫൈൽ, ഒരു സർഫസ് പ്രൊഫൈൽ മെഷർ ചെയ്യാനായിട്ടാണ്. അതായത് നമുക്ക് എത്രത്തോളം റഫ്നെസ് ഉണ്ടെന്ന് ക്വാണ്ടിഫൈ ചെയ്യാനായിട്ട് പ്രൊഫൈലോമീറ്റർ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇതൊക്കെയാണ് ഈ ഒരു ബാക്കിയുള്ള ഓപ്ഷൻസിനെ കുറിച്ച് പറയാനുള്ളത്. ഏത് നമ്പർ ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ഓപ്ഷൻ എ ഷെർവുഡ് നമ്പർ, ഓപ്ഷൻ ബി ഫ്രൂട്ട് നമ്പർ, ഓപ്ഷൻ സി ലൂയിസ് നമ്പർ, ആൻഡ് ഓപ്ഷൻ ഡി എക്വേർട്ട് നമ്പർ. ഓക്കെ, ഇതൊരു കെമിക്കൽ എഞ്ചിനീയറിംഗിലെ ഹീറ്റ് ആൻഡ് മാസ് ട്രാൻസ്ഫർ എന്നൊക്കെയുള്ള ഒരു സബ്ജക്റ്റിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ആണ്. സോ ഐ തിങ്ക് പലർക്കും അറിയാത്തൊരു ടോപ്പിക് ആയിരിക്കും. സോ ഞാൻ ഒന്ന് ചെറിയൊരു ഡീറ്റെയിൽസിലോട്ട് പോവാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് നമ്പേഴ്സ് ആണ്. ഒന്ന് ലൂയിസ് നമ്പർ എന്ന് പറയുന്നത്. ലൂയിസ് നമ്പർ എന്താണ്? ഒരു ഡയമെൻഷൻലെസ് നമ്പർ ആണ്, വിച്ച് ഇസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് തെർമൽ ഡിഫ്യൂസിവിറ്റി ആൻഡ് മാസ് ഡിഫ്യൂസിവിറ്റി. അതായത് തെർമൽ ഡിഫ്യൂസിവിറ്റിയുടെയും മാസ് ഡിഫ്യൂസിവിറ്റിയുടെയും ഒരു റേഷ്യോ ആണ് ലൂയിസ് നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ കൊടുത്തിട്ടുള്ള പോലെ തന്നെ ആ ഒരു സൈഡിലെ ഇക്വേഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. LE വെച്ചിട്ടാണ് ലൂയിസ് നമ്പർ റെപ്രസെന്റ് ചെയ്യുന്നത്, വിച്ച് ഈസ് ഈക്വൽ ടു തെർമൽ ഡിഫ്യൂഷൻ റേറ്റ് ഡിവൈഡഡ് ബൈ മാസ് ഡിഫ്യൂഷൻ റേറ്റ്. തെർമൽ ഡിഫ്യൂസിവിറ്റി എന്ന് പറയാം, ഡിവൈഡഡ് ബൈ മാസ് ഡിഫ്യൂസിവിറ്റി എന്നും പറയാം. അതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ആൽഫ ബൈ ഡി എന്ന് പറഞ്ഞിട്ടാണ്. സോ ഇവിടെ ഈ ഒരു ഇക്വേഷൻ പ്രകാരം തന്നെ നമുക്ക് ഈ ഒരു റിലേഷൻ നമുക്ക് മനസ്സിലാക്കാവുന്നത് തന്നെയാണ് അല്ലെ. അതായത് തെർമൽ ഡിഫ്യൂസിവിറ്റി റേറ്റ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലൂയിസ് നമ്പർ ഇൻക്രീസ് ചെയ്യും. അതുപോലെ തന്നെ മാസ് ഡിഫ്യൂഷൻ റേറ്റ് ഡിക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിലും ലൂയിസ് നമ്പർ ഇൻക്രീസ് ചെയ്യും. അത് ന്യൂമറേറ്ററിൽ അത് വരുന്നതുകൊണ്ട് അത് ഇൻക്രീസ് ആവുന്നുണ്ട്. ഡിനോമിനേറ്ററാണ് മാസ് ഡിഫ്യൂഷൻ റേറ്റ് എന്നുള്ളത് കൊണ്ട് അത് ഡിക്രീസ് ആകുമ്പോഴാണ് ലൂയിസ് നമ്പർ ഇൻക്രീസ് ആവുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് ദിസ് ലൂയിസ് നമ്പർ ഈസ് യൂസ്ഡ് ടു ക്യാരക്ടറൈസ് ഫ്ലൂയിഡ് ഫ്ലോസ് വേർ ദർ ഈസ് സൈമൾട്ടേനിയസ് ഹീറ്റ് ആൻഡ് മാസ് ട്രാൻസ്ഫർ. ഓക്കെ, നമുക്ക് ഈ ഒരു ഫ്ലൂയിഡ് ഫ്ലോനെ നമുക്ക് ക്യാരക്ടറൈസ് ചെയ്യാനായിട്ട് സാധിക്കും ഹീറ്റ് ആൻഡ് മാസ് ട്രാൻസ്ഫർ ഉള്ളപ്പോൾ. സോ സൈമൾട്ടേനിയസ് ആയിട്ട് നടക്കുമ്പോൾ ഹീറ്റും മാസ് ട്രാൻസ്ഫറും സൈമൾട്ടേനിയസ് ആയിട്ട് നടക്കുമ്പോൾ ഫ്ലൂയിഡ് ഫ്ലോ ക്യാരക്ടറൈസ് ചെയ്യാൻ ലൂയിസ് നമ്പർ ആണ് നമുക്ക് അഡോപ്റ്റ് ചെയ്യാവുന്നത്. ദെൻ ലൂയിസ് നമ്പർ പുട്സ് ദ തിക്നെസ് ഓഫ് ദി തെർമൽ ബൗണ്ടറി ലെയർ ഇൻ റിലേഷൻ ടു ദി കോൺസെൻട്രേഷൻ ബൗണ്ടറി ലെയർ. ഇത് തന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ ഇത് തന്നെയായിരുന്നു അല്ലെ. അതായത് തെർമൽ ബൗണ്ടറി ലെയറിന്റെ ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് ബൗണ്ടറി ലെയർ, ആ ഒരു നമ്പർ എന്ന് പറയുന്നത് ലൂയിസ് നമ്പർ ആണ്. ഓക്കെ, സോ ഇത് ശ്രദ്ധിക്കുക. ഇതിന്റെ ഇക്വേഷൻ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. ഇത് ഹീറ്റും മാസ് ട്രാൻസ്ഫറും സൈമൾട്ടേനിയസ്ലി വരുമ്പോൾ ക്യാരക്ടറൈസ് ചെയ്യാനായിട്ട് ലൂയിസ് നമ്പർ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്പർ തെർമൽ ബൗണ്ടറി ലെയറിന്റെയും കോൺസെൻട്രേഷൻ ബൗണ്ടറി ലെയറിന്റെയും ഒരു റിലേഷൻ തരുന്ന ഒരു നമ്പറാണ് ലൂയിസ് നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി അടുത്ത ഒരു നമ്പറാണ് സ്കിമ്മിറ്റ് നമ്പർ. ഓക്കെ, സ്കിമ്മിറ്റ് നമ്പർ ഉണ്ട്, പിന്നെ ഫ്രണ്ടാൽ നമ്പർ ഉണ്ട്. അപ്പോൾ സ്കിമ്മിറ്റ് നമ്പർ എന്ന് പറയുന്നത് ഒരു മാസ് ട്രാൻസ്ഫറിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, മാസ് ട്രാൻസ്ഫറിലാണ് സ്കിമ്മിറ്റ് നമ്പർ യൂസ് ചെയ്യുന്നത്. വേറസ് എ ഫ്രണ്ടാൽ നമ്പർ ഈസ് യൂസ്ഡ് ഇൻ ഹീറ്റ് ട്രാൻസ്ഫർ. ഓക്കെ, ഹീറ്റ് ട്രാൻസ്ഫർ ശ്രദ്ധിക്കാം. സ്കിമ്മിറ്റ് നമ്പർ ഇൻ മാസ് ട്രാൻസ്ഫർ കറസ്പോണ്ട് ടു ഫ്രണ്ടാൽ നമ്പർ ഇൻ ഹീറ്റ് ട്രാൻസ്ഫർ. ഓക്കെ, മാസ് ട്രാൻസ്ഫറിലെ സ്കിമ്മിറ്റ് നമ്പറിന് തുല്യമാണ് ഹീറ്റ് ട്രാൻസ്ഫറിലെ ഫ്രണ്ടാൽ നമ്പർ എന്ന് പറയുന്നത്.
ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം പ്രണ്ടൽ നമ്പറിന്റെ ഒരു ഡെഫിനിഷൻ ഒന്ന് നോക്കാം. ഇൻ ഹീറ്റ് ട്രാൻസ്ഫർ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഹീറ്റ് ട്രാൻസ്ഫറിലാണ് പ്രണ്ടൽ നമ്പറും മാസ് ട്രാൻസ്ഫറിലാണ് സ്കിംഡിറ്റ് നമ്പറും. ഓക്കെ, ഇൻ ഹീറ്റ് ട്രാൻസ്ഫർ പ്രണ്ടൽ നമ്പർ ഈസ് ഇത് എല്ലാതും ഡയമെൻഷൻലെസ് നമ്പർ തന്നെയാണ്. ഡിഫൈൻഡ് ആസ് ദി റേഷ്യോ ഓഫ് മൊമെന്റം ഡിഫ്യൂസിവിറ്റി ടു തെർമൽ ഡിഫ്യൂസിവിറ്റി. അതായത് പ്രണ്ടൽ നമ്പർ എന്ന് പറയുന്നത് മൊമെന്റം ഡിഫ്യൂസിവിറ്റി ബൈ തെർമൽ ഡിഫ്യൂസിവിറ്റി ആണ് ഈ ഒരു പ്രണ്ടൽ നമ്പർ എന്ന് പറയുന്നത്. സോ കമ്മിങ് ടു skimmed number. In mass transfer, skimmed number is defined as ratio of momentum diffusivity to mass diffusivity. Okay, kinematic viscosity to mass diffusivity എന്നും പറയാം. So usually നമുക്ക് എങ്ങനെ എഴുതാം? Skimmed number is equal to momentum diffusivity divided by mass diffusivity. Okay, ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ തന്നെയാണ്. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൈമാണ്. അപ്പോൾ ലൂയിസ് നമ്പർ റെപ്രസെന്റ്സ് ദ റിലേറ്റീവ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഹീറ്റ് ആൻഡ് മാസ് ട്രാൻസ്ഫർ ഡിഫ്യൂഷൻ ഇൻ തെർമൽ ആൻഡ് കോൺസെൻട്രേഷൻ ബൗണ്ടറി ലൈൻസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ ഇത് ഹീറ്റ് ആൻഡ് മാസ് ട്രാൻസ്ഫറിൽ ബോത്ത് സൈമൾട്ടേനിയസ് ആയിട്ട് നടക്കുമ്പോൾ നമുക്ക് ലൂയിസ് നമ്പർ യൂസ് ചെയ്യാം. ഓക്കെ, സോ ഇനി പ്രണ്ടൽ നമ്പറും സ്കിംഡ് നമ്പറും അതുപോലെ ലൂയിസ് നമ്പറും തമ്മിലുള്ള റിലേഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞ ഏതോ SSC എക്സാംസിനൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു സംഭവമാണ്. അതായത് തെർമൽ എഞ്ചിനീയറിംഗ് ഭാഗത്തു നിന്ന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഒക്കെയാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ലൂയിസ് നമ്പർ can also be represented in terms of Prandtl number and skimmed number as Lewis number is equal to skimmed number divided by Prandtl's number. So ഇത് നമുക്ക് ആ ഒരു ഇക്വേഷൻ വെച്ച് തന്നെ നമുക്ക് ഇതൊരു പ്രൂവ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ലൂയിസ് നമ്പർ ഇസ് ഈക്വൽ ടു സ്കിംഡ് നമ്പർ ബൈ പ്രണ്ടൽസ് നമ്പർ. അതായത് സ്കിംഡ് നമ്പർ മാസ് മൊമെന്റം ഡിഫ്യൂസിറ്റി ബൈ മാസ് ഡിഫ്യൂസിറ്റി ആണ്. അപ്പോൾ സ്കിംഡ് നമ്പർ ഡിവൈഡ് ബൈ പ്രണ്ടൽസ് നമ്പർ നമ്മൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഈ പ്രണ്ടൽ നമ്പറിൽ ഇത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എന്ത് കിട്ടും? ദിസ് ഈസ് ഇൻറ്റു തെർമൽ ഡിഫ്യൂസിവിറ്റി ബൈ മൊമെന്റം ഡിഫ്യൂസിറ്റി എന്ന് എഴുതാം. മൊമെന്റം ഡിഫ്യൂസിറ്റി എന്ന് എഴുതാം. അപ്പോൾ ഈ മൊമെന്റം ഡിഫ്യൂസിറ്റി നമുക്ക് ക്യാൻസൽ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തുമായി? തെർമൽ ഡിഫ്യൂസിറ്റി ബൈ മാസ് ഡിഫ്യൂസിറ്റി. അതല്ലേ നമ്മൾ തെർമൽ ഡിഫ്യൂസിവിറ്റി ഡിവൈഡ് ബൈ മാസ് ഡിഫ്യൂസിവിറ്റി അല്ലേ നമ്മൾ ലൂയിസ് നമ്പർ എന്ന് പറഞ്ഞത്. സോ നമുക്ക് ഇത് ഈക്വൽ ടു സ്കിംഡ് നമ്പർ ബൈ ലൂയിസ് നമ്പർ, പ്രണ്ടൽ നമ്പർ ഈസ് ഈക്വൽ ടു ലൂയിസ് നമ്പർ നമുക്കായിട്ട് എഴുതാനായിട്ട് സാധിക്കും. സോ അങ്ങനെയാണ് ഈ റിലേഷൻ വരുന്നത്. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. സോ ഇവിടെ ചോദിച്ചിരുന്ന ക്വസ്റ്റ്യനിലും ആൻസർ ലൂയിസ് നമ്പർ ആണ്. റേഷ്യോ ഓഫ് തെർമൽ ബൗണ്ടറി ലെയർ തിക്നെസ് ടു കോൺസെൻട്രേഷൻ ബൗണ്ടറി ലെയർ തിക്നെസ് ഈസ് ലൂയിസ് നമ്പർ. Power number is the ratio of option A inertia force to drag force, option B drag force to inertia force, option C gravitational force to drag force and option D drag force to buoyant force. Okay, power number നമുക്ക് പുതിയ ഒരു ടേം ആയിരിക്കും. സോ മനസ്സിലാക്കി വയ്ക്കുക. പവർ നമ്പർ എന്ന് പറയുന്നത് ഡ്രാഗ് ഫോഴ്സ് ടു ഇനേഷ്യ ഫോഴ്സിന്റെ റേഷ്യോ ആണ് പവർ നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, ഡ്രാഗ് ഫോഴ്സ് ടു ഇനേഷ്യ ഫോഴ്സ് ആണ് പവർ നമ്പർ. Then coming to next question. There is no drag force on a body moving with constant velocity in an inviscid. This is called dash. Okay, നമുക്ക് നോക്കാം. D'Alembert's paradox ആണ്. D'Alembert's എന്താണ് പ്രൂവ് ചെയ്തിരിക്കുന്നത്? For incompressible and inviscid potential flow, the drag force is 0 on a body moving with constant velocity relative to fluid. Constant velocity സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിക്കിളിന്, ഒരു ഫ്ലൂയിഡിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിക്കിളിന് ഫ്ലൂയിഡിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ് ആയിരിക്കണം, ഇൻവിസിഡ് പൊട്ടൻഷ്യൽ ഫ്ലോ ആയിരിക്കണം. ദാറ്റ് മീൻസ് ഇൻവിസിഡ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്, ഇൻവിസിഡ് മീൻസ് വിസ്കോസിറ്റി, നോ വിസ്കോസിറ്റി ഇല്ലാത്ത ഫ്ലൂയിഡിലെ കാര്യമാണ് പറയുന്നത്. ഇൻവിസിഡ് മീൻസ് നോ വിത്തൗട്ട് വിസ്കോസിറ്റി, നോ വിസ്കോസിറ്റി. ഓക്കെ, സോ അതില് ഡ്രാഗ് ഫോഴ്സ് 0 ആയിരിക്കും എന്ന് പറയുന്ന ലോ എന്ന് പറയുന്നത് ഒബ്വിയസ്ലി ഇറ്റ് ഈസ് D'Alembert's പാരഡോക്സ്. ഓക്കെ, റൈനോൾഡ്സ് പാരഡോക്സ്, യൂലേഴ്സ് പാരഡോക്സ്, പോയ്സലിയസ് പാരഡോക്സ് ഒന്നും റിലവൻ്റ് അല്ലാത്ത ഓപ്ഷൻ കൂടിയാണ്. സോ നമുക്ക് ഈ ഒരു ആൻസറിലോട്ട് സിമ്പിൾ ആയിട്ട് എത്താം. Then next question, dash causes minimum water pollution among the following nutrients. Option A new organic matter, option B nitrogen, option C phosphorus and option D potassium. Okay, ഒരു തന്നിരിക്കുന്നതിൽ ഏതാണ് വാട്ടർ പൊല്യൂഷൻ മിനിമം കോസിങ് ആയിട്ടുള്ള ന്യൂട്രിയൻ്റ് എന്ന് പറയുന്നത്? അപ്പോൾ ന്യൂട്രിയൻ പൊല്യൂഷൻ എന്ന് പറയുന്നത്, ഓക്കെ, ന്യൂട്രിയൻ്റ് എക്സസ് ആയിട്ട് വാട്ടറിലോട്ട് ഡിസ്ചാർജ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു പൊല്യൂഷനാണ് ന്യൂട്രിയൻ പൊല്യൂഷൻ. ഇറ്റ് ഈസ് എ പ്രൈമറി കോസ് ഓഫ് യൂട്രിഫിക്കേഷൻ ഓഫ് സർഫേസ് വാട്ടർ ഇൻ വിച്ച് എക്സസ് ന്യൂട്രിയൻ യൂഷ്വലി നൈട്രജൻ ഓർ ഫോസ്ഫറസ് സ്റ്റിമുലേറ്റ് ആൽഗൽ ഗ്രോത്ത്. ഓക്കെ, ഇത് യൂട്രിഫിക്കേഷൻ കാരണമാകുന്ന ഒന്നാണ് ന്യൂട്രിയൻ പൊല്യൂഷൻ എന്ന് പറയുന്നത്. യൂട്രിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? അതായത്
ഈ പറഞ്ഞ അഗ്രികൾച്ചറൽ ലാൻഡ്സിൽ നിന്നൊക്കെയുള്ള ന്യൂട്രിയൻസ്, അതായത് നമ്മൾ ഫെർട്ടിലൈസേഴ്സ് ആയിട്ടൊക്കെ യൂസ് ചെയ്യുന്ന ന്യൂട്രിയൻസ് റൺ ഓഫ് ആയി പോയിട്ട് വാട്ടർ ബോഡിയിൽ എത്തുകയും അത് ആ ഒരു അവിടെയുള്ള ആൽഗൽ ഗ്രോത്തിനെ എൻറിച്ച് ചെയ്യുകയും ചെയ്യുമ്പോഴാണ് അതിന് യൂട്രിഫിക്കേഷൻ എന്ന് പറഞ്ഞ ഒരു പ്രോസസ്സായിട്ട് കണക്കാക്കുന്നത്. അത് എന്ത് സംഭവിക്കും, ഇങ്ങനെ ആൽഗ കുറേ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഡിസോൾഡ് ഓക്സിജൻ കണ്ടന്റ് കുറയുകയും ഇറ്റ് ഈസ് നോട്ട് ഫെയർ ടു ദി അതർ സ്പീഷീസ് ഇൻ ദി വാട്ടർ ബോഡി. സോ യൂട്രിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു ത്രെറ്റ് ആണ്. ഇറ്റ് ഈസ് വൺ ഓഫ് ദി മെയിൻ കോസ് ഈസ് ന്യൂട്രിയൻ പൊല്യൂഷൻ. ദെൻ റോ സ്വീവേജ്, അതിന് കോസ് ആവുന്ന മെയിൻ രണ്ട് നൈട്രജനും ഫോസ്ഫറസും ആണ്. നൈട്രജൻ യൂസ് ഓഫ് സിന്തറ്റിക് ഫെർട്ടിലൈസേഴ്സിലും അതുപോലെ ബേണിംഗ് ഓഫ് ഫോസിൽ ഫ്യൂൽസിലും അഗ്രികൾച്ചറൽ ആനിമൽ പ്രൊഡക്ഷൻസിലൊക്കെയാണ് അതിന് മെയിൻ സോഴ്സസ് വരുന്നത്. ദെൻ ഫോസ്ഫറസ് എന്ന് പറയുന്നതായാലും മുനിസിപ്പൽ സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുന്നതിലൊക്കെ അത് ചെറിയ ഇൻഡസ്ട്രീസിൽ നിന്നൊക്കെയുള്ള ഡിസ്ചാർജിലും ഫോസ്ഫറസിന്റെ കണ്ടന്റ് ധാരാളം അടങ്ങിയിട്ടുണ്ട്. സോ ഫെർട്ടിലൈസേഴ്സ് മാനുവറിൽ ഒബ്വിയസ്ലി ഉണ്ട്. ദെൻ ഇതൊക്കെ നമ്മുടെ ന്യൂട്രിയൻ പൊല്യൂഷനെ കോസിങ് ആയിട്ടുള്ള മാറ്റേഴ്സ് ആണ്. സോ ഇവിടെ നമുക്ക് ആൻസർ വരുന്നത് എന്താണ്, ആൻസർ ആയിട്ട് വരുന്നത് ഓക്കെ, പൊട്ടാസ്യം വിൽ ബി ദി ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് ദി ടെൻഡൻസി ഓഫ് pollutants to become concentrated in successive trophic levels. ഓക്കെ, അതായത് പൊല്യൂട്ടൻസ് സക്സസീവ് ട്രോപ്പിക് ലെവലിൽ കോൺസെൻട്രേറ്റ് ആവുന്ന ഒരു ടെൻഡൻസിനെ വിളിക്കുന്ന ഒരു പേരെന്താണെന്നാണ്. ഓപ്ഷൻ എ ബയോപിരസി, ഓപ്ഷൻ ബി ബയോറിതം, ഓപ്ഷൻ സി ബയോമാഗ്നിഫിക്കേഷൻ, റെമഡിയേഷൻ. സോ നമുക്ക് ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ നോക്കാം. ബയോമാഗ്നിഫിക്കേഷൻ എന്താണ്? ബയോമാഗ്നിഫിക്കേഷൻ നമ്മൾ ബയോ ആംപ്ലിഫിക്കേഷൻ അഥവാ ബയോളജിക്കൽ മാഗ്നിഫിക്കേഷൻ എന്നൊക്കെ പറയുന്നുണ്ട്. ഇതെന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കോൺസെൻട്രേഷൻ ഓഫ് എ ടോക്സിൻ സച്ച് എസ് പെസ്റ്റിസൈഡ് ഇൻ ദി ടിഷ്യൂ ഓഫ് ടോളറന്റ് ഓർഗാനിസം അറ്റ് സക്സസീവ് ഹയർ ലെവൽ ഇൻ എ ഫുഡ് ചെയിൻ. അതായത് പെസ്റ്റിസൈഡ്സും അതുപോലെ ടോക്സിക് സബ്സ്റ്റൻസസിൻ്റെ കോൺസെൻട്രേഷൻ ഫുഡ് ചെയിനിൽ ഇങ്ങനെ ഇൻക്രീസ്, ഹയർ ലെവൽ ഓഫ് ഫുഡ് ചെയിനിൽ ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ബയോമാഗ്നിഫിക്കേഷൻ. ബയോ അക്യുമുലേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഗ്രാജുവൽ അക്യുമുലേഷൻ ഓഫ് ദി സബ്സ്റ്റൻസസ് സച്ച് എസ് പെസ്റ്റിസൈഡ്സ് ഓർ അതർ കെമിക്കൽസ്. അതായത് സെയിം തന്നെ ടോക്സിക് സബ്സ്റ്റൻസോ പെസ്റ്റിസൈഡ്സോ ഒക്കെ അക്യുമുലേറ്റ് ആവുന്ന പ്രോസസ്സാണ്, ബട്ട് ഇറ്റ് ഈസ് ഹാപ്പനിങ് ഇൻ ആൻ ഓർഗാനിസം. ഓക്കെ, ബയോ അക്യുമുലേഷൻ occurs when organisms absorb a substance at a rate faster than that at which substance is lost or eliminated by catabolism and excretion. അത് ആ ഒരു ഓർഗാനിസത്തിൽ നിന്ന് ടോക്സിക് മാറ്റർ ഡിസ്ക്രീറ്റ് ചെയ്ത് പോകുന്നതിനേക്കാളും കൂടുതലായിട്ട് കൺസ്യൂം ചെയ്യുമ്പോഴാണ് ബയോ അക്യുമുലേഷൻ സംഭവിക്കുന്നത്. ദെൻ കമ്മിങ് ടു ബയോ റെമഡിയേഷൻ ഈസ് എ ബയോളജിക്കൽ പ്രോസസ് ദാറ്റ് സിമുലേറ്റ് ഹെൽപ്ഫുൾ മൈക്രോബ്സ് ടു യൂസ് ഹാംഫുൾ കണ്ടാമിനൻസ് ആസ് ദെയർ സോഴ്സ് ഓഫ് ഫുഡ് ആൻഡ് എനർജി. അതായത് ഹാംഫുൾ ആയിട്ടുള്ള ടോക്സിക് മാറ്റർ അവരുടെ ഫുഡും എനർജിയുടെ സോഴ്സൊക്കെ ആയിട്ട് കൺസ്യൂം ചെയ്യുന്ന, അത് അവരുടെ ഗ്രോത്തിന് യൂസ് ചെയ്യുന്ന ഒരു ബയോളജിക്കൽ പ്രോസസ്സാണ് ബയോ റെമഡിയേഷൻ എന്നുള്ളത്. ഓക്കെ, ഇത് മൂന്നുമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് അറിഞ്ഞിരിക്കുന്നത്. ഇവിടെ ഞാൻ കൊടുത്തിരിക്കും ബയോ അക്യുമുലേഷൻ ബയോ മാഗ്നിഫിക്കേഷനുള്ള ഡിഫറൻസ് ആണ്. പലപ്പോഴും കൺഫ്യൂസിങ് ആവുന്ന ഒന്നാണ് ഈ രണ്ടും. ഇനി നമുക്ക് ബയോ അക്യുമുലേഷനും ബയോ മാഗ്നിഫിക്കേഷനും എങ്ങനെ എന്താണ് അതിന്റെ ഡിഫറൻസ് എന്ന് ജസ്റ്റ് നോക്കാം. പലപ്പോഴും കൺഫ്യൂസിങ് ആവുന്നതാണ് ഈ രണ്ട് ടേംസും. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫിഗറിൽ നമുക്ക് നോക്കി തന്നെ മനസ്സിലാവും. ഓക്കെ, ഇതൊരു പല സൈസിലുള്ള ഫിഷ് സ്പീഷീസ് ആണ് കാണുന്നത്. ഇതിൽ ഈ ഒരു ചെറിയ സ്പീഷീസ് തൊട്ട് വലിയ സ്പീഷീസ് വരെ ഉണ്ട്. അതായത് ഈ ചെറിയ സ്പീഷീസിന് കൂടുതൽ ലാർജർ സൈസ് ഫിഷസിന് അത് ഭക്ഷിക്കുന്ന ഒരു ശൃംഖലയാണ് ഇവിടെ നടക്കുന്നത്. സോ ഇവിടെ ബയോ അക്യുമുലേഷൻ എന്ന് പറയുന്നത്, അതായത് ഒരു ടോക്സിക് മാറ്റർ ഈ ഒരു പർട്ടിക്കുലർ ഫിഷ് മാത്രം കൺസ്യൂം ചെയ്യുകയാണ്. അപ്പോൾ ആ ഒരു ഫിഷിൽ ഇതിന്റെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ആവുകയാണ്, ഈ ടോക്സിക് സബ്സ്റ്റൻസ്. ഒരു പർട്ടിക്കുലർ സ്പീഷീസിൽ മാത്രമാണ് ആ ഒരു കോൺസെൻട്രേഷൻ ഇൻക്രീസ് ആവുന്നതെങ്കിൽ അതാണ് ബയോ അക്യുമുലേഷൻ. വേറെ ഇനി ബയോ മാഗ്നിഫിക്കേഷൻ എന്താ നടക്കുന്നത് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ ഈ ഒരു സ്പീഷീസ് ഒരു ടോക്സിക് മാറ്റർ കൺസ്യൂം ചെയ്തു. അപ്പൊ ഈ ഒരു സ്പീഷീസ് കൺസ്യൂം ചെയ്ത ടോക്സിക് മാറ്റർ ഈ ഒരു ലാർജർ ഫിഷ് തിന്നുന്നതോടുകൂടി ഇതിലും ആ ഒരു ടോക്സിക് സബ്സ്റ്റൻസ് അക്യുമുലേറ്റ് ചെയ്യാവുന്നതാണ്. സോ ഫർദർ ഈ ഒരു വലിയ ഫിഷിനെ തിന്നുമ്പോൾ ഇതിലേക്ക് ടോക്സിക് മാറ്റർ ഇൻക്രീസ് ചെയ്യുകയാണ്. അപ്പൊ ഇങ്ങനെ ഫുഡ് ചെയിനിലൂടെ ടോക്സിക് മാറ്റർ അക്യുമുലേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ബയോ മാഗ്നിഫിക്കേഷൻ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സോ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്, ഇവിടെ ചോദിച്ചിരുന്നത് സക്സസീവ് ട്രോപ്പിക് ലെവലിലാണ്. ഇങ്ങനെ ട്രോപ്പിക് ലെവലിലേക്ക് ഇൻക്രീസ് ആവും തോറും ഈ കോൺസെൻട്രേഷൻ ഓഫ് പൊല്യൂട്ടന്റ് ഇൻക്രീസ് ആവുന്നത് ബയോ മാഗ്നിഫിക്കേഷൻ എന്നുള്ള പ്രോസസ്സിലാണ്. സോ ഇതായിരുന്നു ലാസ്റ്റ് ക്വസ്റ്റ്യൻ. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഫോർ എനി ക്വയറീസ് കമന്റ് ബോക്സിൽ ചോദിക്കാം.
സോ വീഡിയോ ഇഷ്ടമായി തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.